സംസ്ഥാന സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഇടതുപക്ഷ അനുകൂലികളെ സർവകലാശാല അധ്യാപകരായി ചട്ടവിരുദ്ധമായി നിയമിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തടയിട്ട് ഗവർണർ. സർവകലാശാല അധ്യാപക നിയമനങ്ങൾക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ യുജിസി ചട്ടപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഗവർണറുടെ പ്രതിനിധിയെ നിയമിക്കുന്നത് സംബന്ധിച്ച് പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ഗവർണർ ഉത്തരവിട്ടു. ഇതോടെ വഴിവിട്ട നിയമനങ്ങൾ നടത്തുവാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് ലോക്ഭവന്റെ പുതിയ തീരുമാനം തടസ്സമാകും. സംസ്ഥാനത്തെ എല്ലാ വിസിമാർക്കും ഗവർണറുടെ ഉത്തരവ് പ്രകാരം ലോക്ഭവൻ കത്തയച്ചു. ഗവർണറുടെ ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ അധ്യാപക നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നതാണ്. അധ്യാപക നിയമന നടപടി ആരംഭിക്കുന്നതിന് മുൻപ് സെലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള ചാൻസലറുടെ നോമിനിയെ ആവശ്യപ്പെടണമെന്ന ഉത്തരവ് നിർദ്ദേശമാണ്. അധ്യാപക നിയമനത്തിന്റെ വിശദവിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. പരമാവധി നിയമിക്കപ്പെടേണ്ട അധ്യാപകരുടെ വിഷയങ്ങളിലുള്ള വിദഗ്ധരെയാവും ചാൻസലറുടെ പ്രതിനിധിയായി നിശ്ചയിക്കുക. നാമനിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ കമ്മിറ്റി രൂപീകരിച്ച് അധ്യാപക നിയമനം പൂർത്തിയാക്കേണ്ടതാണ്. നിയമനം വൈകുകയാണെങ്കിൽ പുതിയ നോമിനിയെ ആവശ്യപ്പെടേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. നിലവിൽ സർവകലാശാലകൾക്ക് നൽകിയിട്ടുള്ള ചാൻസലറുടെ പ്രതിനിധി പട്ടിക റദ്ദാക്കിയതായും ഉത്തരവിൽ പറയുന്നുണ്ട്. 10 വർഷത്തിന് മുൻപ് തയ്യാറാക്കിയ പട്ടികയിൽ നിന്നുള്ള ഗവർണറുടെ നോമിനിയെയാണ് സർവകലാശാലകൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി വരുന്നത്. അവരിൽ പലരും സെലക്ഷൻ കമ്മിറ്റികളിൽ പങ്കെടുക്കാറില്ലെന്നത് ലോക്ഭവന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ നിർദ്ദേശങ്ങൾ സർവകലാശാലകൾക്ക് നൽകിയിട്ടുള്ളത്. ഇതോടെ സർക്കാരിന്റെ തിരക്കിട്ട് അധ്യാപക നിയമനങ്ങൾ നടത്തുവാനുള്ള നീക്കങ്ങൾക്ക് ലോക്ഭവന്റെ പുതിയ തീരുമാനം തടസ്സമാകും.